കാലത്തിൽ ഫിർഔന്റെ ഭാര്യന്റെ കയ്യിൽ അള്ളാഹു ആ കുഞ്ഞിനെ എത്തിച്ചു. പറയണം അള്ളാഹു അവർക്ക് വലിയ തലവേദനയാവും പോവാൻ. അവരെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആ കുഞ്ഞിനെ വളർത്താൻ അള്ളാഹു തീരുമാനിച്ചു. വീട്ടിന്റെ ഉള്ളിലെത്തി നോക്കുമ്പം ഫിർഔൻ നോക്കുമ്പം ഒരു കുട്ടി. പക്ഷെ അള്ളാഹു എന്താ ചെയ്തെന്നറിയോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രത്യേകത കൊടുത്തു. അതെന്താ വെച്ചാല് അദ്ദേഹത്തെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ആ കുഞ്ഞിന്റെ മുഖം ആര് കണ്ടാലും ഒരു പ്രത്യേക വാത്സല്യം. ഇങ്ങനെ ചില കുട്ടികളുണ്ടല്ലോ, ഒരു ഓമനത്വമുള്ള കുട്ടികൾ, ആര് കണ്ടാലും ഒന്ന് എടുത്ത് ചുംബനം കൊടുക്കാൻ തോന്നുന്ന നല്ല മനോഹരമായ കുട്ടികൾ. മൂസ അലൈഹി വസ്സലാം കണ്ടാൽ അങ്ങനെയാണ്, ആരും ഇഷ്ടപ്പെട്ടു. ഫിർഔന്റെ ഭാര്യ ആസിയാക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഫിർഔൻ വന്നിട്ട് പറഞ്ഞു, ശരിയാവില്ല, ഞാൻ ബനൂ ഇസ്രായേലിന്റെ ആൺകുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൊട്ടാരത്തിൽ ആ ഒരു കുഞ്ഞു വളരാന്ന് പറഞ്ഞാൽ, അപ്പം വഖാലത്ത് ഇംറഅതു ഫിർഔൻ ഖുറത്തു ഐനിൻ ലീ വലക്, ഇതെനിക്കും നിങ്ങൾക്കും ഒരു കൺകുളിർമയാവാൻ പോകുന്ന കുഞ്ഞാണ്. പക്ഷേ ആ സമയത്ത് ഫിർഔൻ പറഞ്ഞു, അമ്മാ ലക്കി ഫനഅം വഅമ്മാ ലീ ഫലാ, നിനക്ക് ചിലപ്പം കണ്ണിന്റെ കുളിർമയൊക്കെ ആവുന്നുണ്ടാവാം, പക്ഷെ എനിക്കങ്ങനെയല്ല, ഇവൻ പ്രശ്നക്കാരനായിരിക്കാം, ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ കുഞ്ഞിവനായിരിക്കാം. ഫിർഔന്റെ മനസ്സിൽ പേടിയും ആധിയും ഒക്കെ വളർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കലോടെ, അതായത് എനിക്ക് ഈ കുഞ്ഞിന്റെ ആവശ്യമൊന്നുമില്ല. ഫിർഔൻ തള്ളി. പക്ഷെ ആസിയ വല്ലാത്ത സ്നേഹമായിപ്പോയി. ആസിയാക്ക് ഫിർഔൻ കണ്ണടച്ചു ഭാര്യനെ സന്തോഷിപ്പിക്കാൻ. അവിടെ വേറെ പാടുണ്ട് കേട്ടോ. അത്രയും വലിയ അക്രമിയും സ്വച്ഛാധിപതിയും ഒക്കെയായ ഫിർഔന്റെ മനസ്സ് പോലും ഭാര്യയ്ക്ക് വേണ്ടി അലിഞ്ഞിട്ടുണ്ട്. ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒന്ന് താഴ്ന്നു കൊടുത്തിട്ടുണ്ട്. ആ ഒരു താഴ്ന്നു കൊടുക്കൽ മതിയാവും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ. ഞാൻ ആണല്ലേ, ഞാൻ ഭർത്താവല്ലേ, എനിക്ക് 2 കൊമ്പില്ലേ, പിന്നെ ഓളങ്ങനെ നിൽക്കാൻ പറ്റുമോ? ആ ചോദ്യം കൊണ്ട് മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അവരുടെ ബലഹീനത മനസ്സിലാക്കി താന്നു കൊടുക്കുക, ഒന്ന് അംഗീകാരം കൊടുക്കുക, പ്രശ്നങ്ങളൊക്കെ തീരും. ഖൈർ, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആസിയാന്റെ കൈമലാണ്. ആരും ഒന്നും അറിയുന്നില്ല, എന്താവും പോവും. ഫിർഔന്റെ ഭാര്യ പറഞ്ഞു, നമുക്കൊരു പക്ഷെ ഉപകാരപ്പെട്ടേക്കാം. ആസിയാക്ക് ഉപകാരപ്പെട്ടു. കാരണം അദ്ദേഹത്തിന്റെ റിസാലത്ത് അംഗീകരിച്ചു, മുസ്ലിമത്തായി. അങ്ങനെ തന്നെ ഫിർഔന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയയായി ഷഹീദായി. നാളെ ആഖിറത്തിൽ ഉയർന്ന പദവി നൽകപ്പെട്ട ആളായി ആസിയ മാറി. അപ്പൊ അവരാ കുഞ്ഞിനെ കിട്ടിയ സമയത്ത് ഈ കുട്ടി ഒരുപക്ഷെ നമുക്ക് ഉപകാരപ്പെട്ടേക്കാന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് ഖബൂലായി. കുട്ടിയിലൂടെ ആസിയാക്ക് ഹിദായത്ത് കിട്ടി. ഖുർആനിൽ പരാമർശം വന്നു, സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങളിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? കുട്ടി പാൽ കുടിക്കുന്നില്ല. ആസിയ ബീവിക്ക് പാലില്ല, മുലപ്പാലില്ല. കാരണം പ്രസവിച്ചിട്ടില്ല, കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യും? കൊട്ടാരത്തിൽ ചർച്ച. ആര് പാൽ കൊടുക്കും? കുഞ്ഞിനെ ആസിയ മാർക്കറ്റിലേക്ക് അയച്ചു. അതായത് അന്ന് കാലത്തുണ്ടല്ലോ ഈ മുലയൂട്ടുന്ന സ്ത്രീകളുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ആരുടെ പാലും ഈ കുഞ്ഞ് കുടിക്കുന്നില്ല. ഇസമയത്ത് വീട്ടില് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ, കാരണം അള്ളാഹു പറഞ്ഞിട്ടാണല്ലോ വിടുന്നത്, അതിന്റെ ഒരു പ്രശ്നമില്ല. അതായത് ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി മൂസ നബിയെ മനസ്സിൽ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഉമ്മ. പ്രസവിച്ച കുഞ്ഞല്ലേ,
അവർക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള ആ ഒരു തൗഫീഖ് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവര് ആ സങ്കടത്തിൽ, വിഷമത്തിൽ, വ്യസനത്തിൽ നശിച്ചു പോവാൻ. ലൗല അർറബത്നാ അലാ ഖൽബിഹാ, അള്ളാഹു പറയാണ്, അവർക്ക് ആ ഒരു സ്ഥിരത അള്ളാഹു അവരുടെ കൽബിന് കൊടുത്തു ക്ഷമിക്കാൻ. ഒരു സമാധാനം കിട്ടുന്നില്ല. ഒരു 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 എന്താ പറയാ, മൂസ 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 മൂസ, കുഞ്ഞിനെ തന്നെ ചിന്ത. ഒരു ദിവസം ഉമ്മ പറഞ്ഞു മൂസ നബിന്റെ പെങ്ങളോട്, മോളെ നീ പോയി ഒന്ന് നോക്കി നോക്കുപ്പ, കുഞ്ഞി എന്താ അവസ്ഥ, ഞാൻ വെള്ളത്തിൽ വിട്ടല്ലേ, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയ എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും അറിഞ്ഞാൽ. ഉമ്മാരെ വിഷമത്തിന്റെ വാക്ക്. സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോ മാർക്കറ്റിൽ ചർച്ച. എന്താ ചർച്ച എന്നറിയോ? രാജാവിന്റെ ഭാര്യന്റെ കുഞ്ഞി വലിയ പ്രശ്നത്തിലാണ്, ഒരാളുടെയും പാല് കുടിക്കുന്നില്ല. അല്ലാഹു പറഞ്ഞു, മുലയൂട്ടുന്ന പെണ്ണുങ്ങളെ നാം ആ കുഞ്ഞിനെ നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞാൽ ഒരു 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 പെണ്ണിന്റെ പാല് മൂസ നബി കുടിക്കുന്നില്ല. ഭയങ്കര കരച്ചിലും കുഞ്ഞ്. ആസിയ ബീവിക്കാണെങ്കിൽ അത്ര ഇഷ്ടമായതുകൊണ്ട് ഭയങ്കര ടെൻഷനും. ഈ ചർച്ച നടക്കുന്നു. ഈ ചർച്ചയാണ് ആര് കേൾക്കുന്നത്? സഹോദരി കേൾക്കുന്നത്. ഇപ്പൊ പോയി നോക്കുമ്പം ഈ കുഞ്ഞാണ്. ഇപ്പൊ ഈ സഹോദരി പറഞ്ഞു, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യഗ്ഫിറൂനഹു ലക്കും വഹും ലഹു നാസിഹൂൻ. എനിക്കൊരു കുടുംബത്തെ അറിയാം, വേണമെങ്കിൽ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ആ കുടുംബത്തെ ഏൽപ്പിക്കാം. അവർ നല്ല ഈ കുഞ്ഞിനോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന ആളായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, ഈ പെണ്ണ് മൂസ നബിയുടെ സഹോദരി ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഒരു കുടുംബമുണ്ട്, അത് ഈ കുഞ്ഞ് ആ കുടുംബത്തിന്റെ പാല് കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പം ആൾക്കാർ ചോദിച്ചു, അതെങ്ങനെയാ ഈ കുഞ്ഞിനോട് ആ കുടുംബത്തിന് ഒരു അനുകമ്പ ഉണ്ടാവും, ഒരു ഷഫഖത്ത് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും എന്നൊക്കെ നീ പറയാൻ കാരണം? ഇത് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ഉടനെ സഹോദരി പറഞ്ഞു, റഗ്ബതൻ മിൻ സുറൂരിൽ മലികി വറജാഇ മൻഫഅതിഹി. അല്ല, അത് വേറൊന്നുമല്ല, ഇവര് രാജാവ് സന്തോഷിക്കുകയും രാജാവിന്റെ അടുത്ത് നിന്ന് ഒരുപാട് ഉപകാരങ്ങൾ ഇവർക്ക് കിട്ടുകയും ചെയ്യല്ലോ, അതിനെ കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വേറെ ബന്ധമോ മറ്റോ മറിച്ചൊന്നും. അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ട് അങ്ങ് വിട്ടു. ആസിയെ വിളിപ്പിച്ചു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം ഉമ്മാന്റെ കയ്യിലെത്തി ഉടനെ പാല് കുടിക്കാൻ തയ്യാറായി. നേരത്തെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നാ റാദ്ദൂഹു ഇലൈക്, ഞാൻ നിന്റെ മോനെ നിനക്ക് തിരിച്ചു തരും. സന്തോഷായി. അപ്പം ആസിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോവാ, അവിടെ താമസിക്കാം. ഉമ്മ പറഞ്ഞു, പറ്റൂല, എനിക്ക് ഭർത്താവും വേറെ മക്കളും ഒക്കെ ഉള്ളതാണ്, അപ്പൊ അവിടെ വന്ന് നിന്നാൽ അത് വലിയ പ്രശ്നമാവും. ഇന്നലി ബഅലൻ വഔലാദൻ. അപ്പൊ ആസിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുഞ്ഞെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പാലൊക്കെ കൂട്ടി വളർത്തിയിട്ടാകുമ്പോൾ എനിക്ക് തന്നാ മതി, വെറുതെ ആവണ്ട, നല്ലൊരു ശമ്പളം തരാം. ഉറച്ചബത്തിലഹ റവാത്തിബ്. ആസിയ എന്ത് ചെയ്തു? ഉമ്മക്ക് നല്ലൊരു ശമ്പളം നിശ്ചയിച്ചു. ഒരുപാട് വളകളും മാലകളും സ്വർണവും മറ്റേയും മറിച്ചൊക്കെ ആയിട്ട് ഒരുപാട് സമ്മാനങ്ങളും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് ആസിയ കൊടുത്തു. കുഞ്ഞിനെയും കിട്ടി, പിറകിൽ ഇഷ്ടം പോലെ സ്വത്തും കിട്ടി. ഇതെല്ലാം കൊണ്ട് പിറക്കേക്ക് ഉമ്മ പോയി. ഫറദദ്നാഹു ഇലാ ഉമ്മി. അള്ളാഹു പറഞ്ഞു, അങ്ങനെ നാം ആ കുഞ്ഞിനെ സ്വന്തം ഉമ്മാന്റെ കൈമേൽ മടക്കി കൊടുത്തു. കൈ തഖറ ഐനുഹ, അവളുടെ കൺകുളിർമയാവാൻ, വലാ തഹ്സൻ, വ്യസനിക്കാതിരിക്കാൻ, വതഅലം, അറിയാനും, അവൾ അറിയാനും, അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹിന്റെ വാഗ്ദാനം സത്യമാണ്. കണ്ടോ? പേടിക്കൊന്നും വേണ്ട, കൂളായിട്ട് വെള്ളത്തിലേക്ക് ഇട്ടോ, ബാക്കി ഞാൻ നോക്കിക്കോളാം, ഞാൻ തരാം എന്ന് അള്ളാഹു പറഞ്ഞു. അതുപോലെ ചെയ്തു. പറഞ്ഞ പോലെ അള്ളാഹു കൈമ തിരിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തന്നെ എല്ലാ കാര്യവും നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു പറഞ്ഞ പോലെ ചെയ്താൽ മതി, ബാക്കി അള്ളാഹു എളുപ്പാക്കി തരും ഇൻഷാ അല്ലാഹു തആല. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം ഉമ്മാന്റെ പാല് കുടിച്ച് തന്നെ വളർന്നു. നോട്ടത്തിൽ ആസിയ ബിവി സ്വന്തം മോനെ പോലെ കാണുകയാണ്, പക്ഷെ സ്വന്തം പ്രസവിച്ച ഉമ്മാന്റെ അടുത്താണ് മൂസ നബി വളരുന്നത്. കുറച്ച് പ്രായമൊക്കെയായി, അതിന് വിവരവും പക്വതയും ഒക്കെ വെച്ചു.
ജനങ്ങൾക്കിടയിൽ സുസമ്മതനായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി, ഒരു വഴിത്തിരിവ്, അല്ലെങ്കിൽ അള്ളാഹു അവന്റെ പ്ലാൻ പൂർത്തിയാക്കാനായി നിശ്ചയിച്ച ഒരു കാര്യം, അങ്ങനെ വേണം പറയാൻ. യാദൃച്ഛികമായിട്ടൊന്നും ദുനിയാവ് സംഭവിക്കൂല. അള്ളാഹു നിശ്ചയിച്ചുറപ്പിച്ച സംഗതി ആ പ്ലാൻ അനുസരിച്ച് ഇങ്ങനെ ആവും. അങ്ങനെ ഒരു സംഭവം ഒരു ദിവസം സുപ്രഭാതത്തിൽ ഉണ്ടാവുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ പരിവർത്തിപ്പിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.